Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കി നോക്കാം. വെണ്ടയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഒരല്പം വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെണ്ടയ്ക്ക സ്റ്റൂ. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് വെണ്ടയ്ക്ക സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് ചൂടാക്കാൻ വെക്കാം. നോൺ സ്റ്റിക്ക് പാനാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം വെണ്ടയ്ക്ക കുഴഞ്ഞു പോകാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ കുറഞ്ഞു പോകരുത്. എണ്ണ തീരെ കുറഞ്ഞു പോയാൽ വെണ്ടയ്ക്ക വഴുവഴുപ്പ് കൂടുതലായിട്ട് തോന്നും. അതിനകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറേശ്ശെ മതി, കൂടുതലൊന്നും വേണ്ട. ഒരു സ്റ്റൂ ആകുമ്പോൾ ഒത്തിരി അങ്ങ് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്താൽ അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ നീളമുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇടുന്നുണ്ട്. മുളക് പൊടിയൊന്നും ചേർക്കില്ല. അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ സവോള ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഞാനൊരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ഗ്രാം, അതായത് 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ ഇതുപോലെ നീളത്തിൽ ആണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെണ്ടയ്ക്ക സ്റ്റൂ വെക്കുമ്പോഴേക്കും പിഞ്ച് വെണ്ടയ്ക്ക നല്ലത്. നമ്മൾ കിച്ചടിയൊക്കെ വെക്കാനാണെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മൊരിച്ചെടുക്കുന്നതുകൊണ്ട് ഇത്തിരി മൂത്ത വെണ്ടയ്ക്കാണെങ്കിലും അറിയില്ല. പക്ഷേ സ്റ്റൂ വെക്കുമ്പോൾ കഴിവതും നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് പൊടിഞ്ഞു പോവും. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് വേറെ രീതിയിലും ചെയ്യാം. വെണ്ടയ്ക്ക വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വെറുതെ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുത്തിട്ടാണെങ്കിലും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ മൊരിച്ചെടുക്കാം നമുക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. മൂടിയൊന്നും വെക്കാതെ തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരല്പം മഞ്ഞൾപ്പൊടി ആവാം. അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറഞ്ഞു പോകരുത്. നമുക്ക് ഗ്രേവിക്ക് അല്പം കൊഴുപ്പ് വരണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. 2.5 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇഞ്ചിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഓരോ പീസിട്ട് വഴറ്റിയെടുത്താലും മതി. ഞാൻ അതാകുമ്പോൾ ഇടയ്ക്ക് കടിക്കുന്നതുകൊണ്ട് കടിക്കാൻ കിട്ടും നമുക്ക് ഇടയ്ക്ക്. അത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മസാലപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി പൊടിയെല്ലാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടി ചെറുതായിട്ട് മൂത്ത് വരണം. അപ്പോൾ തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലായി പോയാൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. പൊടിയൊക്കെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 പാൽ 2/2 പാലെന്നൊന്നും എടുത്തിട്ടില്ല. ഒരു അരമുറി, വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ വെച്ചിട്ട് എടുത്ത തേങ്ങാപ്പാലാണിത്. എല്ലാം കൂടെ പിഴിഞ്ഞെടുത്തതാണ്. അത്യാവശ്യം തിക്നെസ് ഉള്ള കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്.
അപ്പോൾ അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് എന്തെങ്കിലും പോരാതുണ്ടോ എന്ന് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, എങ്കിലും തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഡൈല്യൂട്ട് ആവുമല്ലോ. അപ്പം ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. ഇനി ഇത് തിളയ്ക്കരുത്, അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നല്ല തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചൂട് കുറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് അത്യാവശ്യം ഗ്രേവിയിൽ നല്ല കൊഴുപ്പുണ്ടാവും. ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചൂടോടെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതിലും നല്ലത് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും അല്പം തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന വെണ്ടയ്ക്ക സ്റ്റൂ ആണ്. താങ്ക് യു.